നമസ്കാരം. ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. സ്വർണ്ണ വ്യാപാര രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖനായ ബിസിനസ്സുകാരൻ ബോബി ചെമ്മണ്ണൂരാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്വാഗതം ചെയ്യാം ഗസ്റ്റ് റൂമിലേക്ക്. നമസ്കാരം സർ. ഇപ്പോൾ കേരളം മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പറക്കം ജ്വല്ലറിയെ പറ്റിയാണ്. അതുമാത്രമല്ല, താങ്കൾ ഒരു ഇൻ്റർനാഷണൽ ഫിഗറായ മറഡോണയും കേരളത്തിലേക്ക് കൊണ്ടുവന്നു. എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പരീക്ഷണങ്ങൾക്ക് താങ്കൾക്ക് പ്രചോദനമാകുന്നത്? അതിനുള്ളൊരു കാരണം എന്താണ്? ഇതിനൊരു പ്രധാന കാരണം എൻ്റെയും പിന്നെ ഒരു 7000 ജോലിക്കാരുടെയും കുറച്ച് അനാഥരുടെയും വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. പൊതുവെ എനിക്ക് എൻ്റെ ഒരു പാഷൻ, ഈവൻ ദോ ഐ എം എ ബിസിനസ് മാൻ, പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് എനിക്കൊരു പാഷനാണ്. അപ്പോൾ പുതുമകളുള്ള ആശയങ്ങളൊക്കെ കൊണ്ടുവരും. ഇങ്ങനെ ഓരോന്ന് തലയിൽ വരും. അപ്പോൾ അത് എഴുതി ആക്കി ഒക്കെ ഒരു ഷേപ്പാക്കി എടുക്കും പുതുമകൾ എന്നുള്ളതാണ്. പിന്നെ മാർക്കറ്റിംഗ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് എനി സക്സസ് ബിസിനസ്, എനിത്തിങ്. അഡ്വർടൈസ്മെൻറ്റ് മാർക്കറ്റിംഗ് ഇല്ലാതെ ഒന്നും വിജയിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇടയായിട്ട് ഒരു പറക്കും ജ്വല്ലറി ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഐ തിങ്ക് ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് US കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, വൈ നോട്ട്, ഇവിടെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പറക്കും ജ്വല്ലറി, ഒരു വലിയ ബസ് ട്രയൽ എടുത്തിട്ട് അത് ജ്വല്ലറി ആയിട്ട്, സഞ്ചരിക്കുന്ന ജ്വല്ലറി ആയിട്ട് കൺവെർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. DC ചാബ്രിയ എന്ന് പറയും, ഒരു ഡിസൈനറാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേക അതിലൊരു ആശയമുള്ളത്, സ്വർണം എങ്ങനെ വില കുറച്ച് കൊടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. അപ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും ക്വാളിറ്റി സ്വർണം വില കുറവിൽ കിട്ടി അങ്ങോട്ട് വരും. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് വളരെ ക്ലിക്ക് ചെയ്തു. ഞാൻ വിചാരിച്ച അതിൻ്റെ ഒരു എത്രയോ ഇരട്ടി അപ്പുറത്തേക്ക് ജനങ്ങൾ ദിവസേന ബസ്സിൽ കയറാനും കാണാനും വാങ്ങാനൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. നന്നായിട്ട് ക്ലിക്കായിട്ടുണ്ട്. വെല്ലുവിളിയായിരുന്നു അത്. വെല്ലുവിളിയാന്ന് പറഞ്ഞാൽ ഭയങ്കര വെല്ലുവിളിയാണ്. ജീവന് വരെ ഭീഷണി ഉണ്ടായിരുന്നു. ചില ഭീഷണി കോളുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ വില കുറച്ച് വിൽക്കുക, ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാണോ, അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുതെന്നൊക്കെ കുറച്ച് മാസങ്ങൾ മുമ്പ് തന്നെ ഭീഷണിയുണ്ട്. ഇതിനെക്കുറിച്ച് മുമ്പൊരു ഇതിൽ പറയുണ്ടായി, പിന്നെ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ. അപ്പം ഇങ്ങനെ ഒരു പണി നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ഓൺലൈൻ മീഡിയകളൊക്കെ താങ്കളെ ടാർഗറ്റ് ചെയ്യുന്നത്? ഓൺലൈൻ മീഡിയകളൊക്കെ അല്ല, 1-2 ഓൺലൈൻ മഞ്ഞപത്രം മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അതിൻ്റെ എന്തുകൊണ്ടായിരിക്കും അത്? ഒന്ന്, ഇതുപോലെയുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും പലർക്കും അസ്വസ്ഥത ഉണ്ടാവാം. അപ്പം അങ്ങനെ അസ്വസ്ഥതയുള്ള ഗ്രൂപ്പൊക്കെ ഇങ്ങനെയുള്ള മഞ്ഞപത്രത്തിനെ പിടിച്ച് കാശ് കൊടുത്ത് നമുക്കെതിരെ ചെളിവാരി എറിയാനും വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലൊന്നും തന്നെ കഴമ്പില്ല എന്നാണോ? ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ എന്താ പറയുക, ആർക്കും എപ്പോൾ വേണമെങ്കിലും ആരെക്കുറിച്ചും എന്തും എഴുതാം. ഓരോരുത്തരും പത്രാധിപനാണ് അതിൽ. അപ്പം അതൊരു ടൈം പാസ്സാണ്. എന്നാൽ ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊരു സീരിയസ് ന്യൂസായിട്ട് ആരും എടുക്കാറില്ല. വ്യക്തിപരമായിട്ട് ഈ ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്തൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു ജീവിത മാർഗമായി സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാളെ സ്പോൺസർ ചെയ്യാൻ ഒരു പാർട്ടിയുണ്ട് ബാക്കിൽ. അപ്പോൾ നമ്മുടെ വളർച്ചയിൽ അസൂയയോ ടെൻഷനൊക്കെ ഉള്ളവരുണ്ടാവാം. ഇതുപോലെ പറക്കും ജ്വല്ലറി ഒരുപാട് കൂടി വന്നാൽ തുറന്നിരിക്കുന്ന ഒരുപാട് ജ്വല്ലറി അങ്ങനെയുള്ള ഭീഷണികളോ മറ്റു തരത്തിലുള്ള. ഇപ്പോൾ അമേരിക്കയിൽ ആദ്യമായിട്ട് ഞാൻ ജ്വല്ലറി തുടങ്ങി. ദിസ് ഇസ് ദ ഫസ്റ്റ് ബ്രാൻഡ് ഫ്രം സൗത്ത് ഇന്ത്യ. അത് തുടങ്ങുന്ന സമയത്ത് ആ ഉദ്ഘാടന ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ടൗൺഷിപ്പാണ് വരാൻ പോകുന്നത്. തൃശ്ശൂർ മണ്ണുത്തിയിൽ നാഷണൽ ഹൈവേയിലാണ്. ഒരു 6000 കോടി രൂപയുടെ ദ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് ഇൻ കേരള. തുടങ്ങിയിട്ടില്ല, അതിൻ്റെ പേപ്പർ വർക്കുകൾ നടക്കണുള്ളൂ. അതിനു മുമ്പ് അതിൽ
പ്രശ്നങ്ങളാണ്. സെസ്, സ്പെഷ്യൽ എക്കണോമിക് സോൺ കിട്ടില്ല, അതിന് 25 ഏക്കർ വേണം, 250 ഏക്കർ വേണം, ഇതുപോലെ ഓരോന്ന് പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അതായത് പേടിയുണ്ട് മാർക്കറ്റിങ്ങിനൊക്കെ ഒന്ന് ബാധിപ്പിക്കണം. ഇതൊന്നും പരിസ്ഥിതി സൗഹൃദമായിട്ടാണ് അത് അതെ തുടങ്ങുന്നത്. അതെ അതെ, എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ 29,000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നൊരു വാർത്ത കേട്ടു. വയലില്ല, അല്ലെങ്കിൽ അനധികൃത പെർമിഷനുകളൊന്നും സമ്പാദിച്ചിട്ടില്ല. ഇറ്റ്സ് വെരി ഓപ്പൺ. ഇനിയുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പരീക്ഷണങ്ങൾ? ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് തോന്നുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പറക്കും ജ്വല്ലറി പോലെ എണ്ണം കൂട്ടുക, അതുപോലെയുള്ള കേരളത്തിലും ഇന്ത്യയിലും പല സ്റ്റേറ്റുകളിലും, അതുപോലെ ഒരുപാട് പേർക്ക് ജോലി അവസരങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഇതുപോലെയുള്ള ടൗൺഷിപ്പുകൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ചെയ്യാൻ. പിന്നെ ഇതൊക്കെ വിദ്യാഭ്യാസ മേഖലയിലേക്കും താങ്കൾ വിദ്യാഭ്യാസം ഇവിടെ നമ്മുടെ സിറ്റിയിൽ വരുന്നുണ്ട്, സ്കൂളുകൾ വരുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ എന്നെ കൊണ്ട് ആവാവുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം ലാഭത്തിൻ്റെ നല്ലൊരു വിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. അത് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്, കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രക്തദാനം മഹാദാനം എന്നൊരു സന്ദേശം കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് താങ്കളായിരുന്നു. അതായത് കാസർഗോഡ് മുതൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ മാരത്തൺ സംഘടിപ്പിച്ചു തന്നെ താങ്കൾ അതൊരു വലിയ വിജയമാക്കി മാറ്റി. കേരളം മുഴുവൻ അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. എന്തായിരുന്നു അന്നത്തെ ഒരു അനുഭവം? എന്തായിരുന്നു അതിന് പ്രചോദനമായത്? അതിന് പ്രചോദനം, ഞാൻ ബാംഗ്ലൂർക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കാണുകയുണ്ടായി. അപ്പോൾ അതിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ നെഞ്ചൊക്കെ പിളർന്ന് ഓർഗൻസൊക്കെ പുറത്തു വന്നൊരു സീനായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ആകെ പേടിയായി. ഞാനാണെങ്കിൽ ഒരു സ്പോർട്സ് കാർ, പുതിയൊരു കാറിൽ ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പോൾ ഇദ്ദേഹത്തെ എടുക്കണമെന്നുണ്ട്, പക്ഷേ ഈ വണ്ടിയൊക്കെ നാശമാവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പതുക്കെ മുങ്ങി അവിടെ നിന്നല്ല. അപ്പോൾ മറ്റുള്ളവരാരൊക്കെ കൂടിയിരുന്നവരൊക്കെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അദ്ദേഹം മരിക്കുകയും ചെയ്തു. രക്തം കിട്ടാതെ മരിക്കുക എന്നൊക്കെ അറിഞ്ഞു. പൈസ കൊടുത്തു രക്തത്തിന് എന്നുള്ളതൊക്കെ. അത് അറിഞ്ഞപ്പോൾ ഒരു കുറ്റബോധം ഉണ്ടായി. അവിടെ നിൽക്കുന്ന സാധാരണക്കാർ പോലും അവർ വണ്ടിയിലെടുത്തിട്ടിട്ട് കൊണ്ടുപോയി. ഞാൻ ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആൾ ഇതിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരു കുറ്റബോധം എന്നിലുണ്ടായി. അപ്പോഴേ ആലോചിച്ച ബ്ലഡ് കിട്ടാതെ കഴിയാവുന്നത് ആൾക്കാർ ബുദ്ധിമുട്ടരുത് എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഡെയിലി ഒരു 5-10 കിലോമീറ്റർ ഓടുന്ന ആളാണ്. അപ്പോൾ ഓടിക്കൊണ്ട് പ്രചരിപ്പിക്കാം. വെറുതെ ഇരുന്നിട്ട് പറഞ്ഞ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഒരു ദൗത്യം, ഇന്ത്യയിൽ ആരും ചെയ്യാത്തൊരു ദൗത്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കാസർഗോഡ് ടു ട്രിവാൻഡ്രം ഒരു 812 കിലോമീറ്റർ ഓടി യൂണിക് വേൾഡ് റെക്കോർഡ് ലഭിച്ചു. മാത്രമല്ല അതിനേക്കാൾ ലിംക ഉണ്ട്, 5-6 റെക്കോർഡുകളുണ്ട്. അപ്പോൾ അതിൽ കൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ബോബി ഫ്രണ്ട്സ് ബ്ലഡ് ഡോണേഴ്സ് ബാങ്കിൽ പേര് രജിസ്റ്റർ ചെയ്തു. ഒരുപാട് പേർക്ക് ദിവസേന ബ്ലഡ് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ തീർച്ചയായും താങ്കളുടെ പ്രവർത്തനങ്ങൾക്കൊരു പോസിറ്റീവ് ഊർജം തരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പലരും പറയും ചാരിറ്റി ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇതൊക്കെ എന്തിനാ ഈ വിളിച്ചു പറയണേന്നൊക്കെ പറയും. ഞാൻ അതിൽ തെറ്റൊന്നും കാണുന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ലോകം അറിയുമ്പോൾ, നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവണമെന്നുള്ളത് സത്യമാണ്. കൂടുതൽ പ്രവർത്തിക്കാനായിട്ടുള്ള ശക്തി ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉദ്ദേശശുദ്ധി നന്നായാൽ മതി. കാശുണ്ടാക്കിയിട്ട് പറ്റിക്കാനോ കാശുണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട് ആവരുത്. കുടുംബത്തെക്കുറിച്ചൊന്ന് പറയോ? എനിക്ക് ഒരു ഭാര്യ, ഒരു മകള്, തീർച്ചയായിട്ടും ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, ഒരു ബ്രദർ ഉണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്. ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി ആരാണ്? ഫാദറാണ്. ഫാദർ ഒരു മാതൃകയാണ് എനിക്ക്. പക്ഷെ ഞാൻ അതിൻ്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. അദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 15 വർഷം ബിസിനസ്സിനിടയ്ക്ക് എയർഫോഴ്സിൽ പോയി സർവീസ് നടത്തിയ ഒരു വ്യക്തിയാണ്.
എന്നിട്ട് വീണ്ടും തിരിച്ച് ബിസിനസ്സിലേക്ക് വന്ന വ്യക്തിയാണ്. വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താ പറയുക, കാറൊക്കെ ഉണ്ടെങ്കിലും നടന്ന് പള്ളിയിൽ പോവുക, ദിവസേന യോഗ, രാവിലെ 5 മണിക്ക് എണീക്കുക. എൻ്റെ നേരെ ഓപ്പോസിറ്റ് എല്ലാ കാര്യങ്ങളും. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും എന്നോടും ഉപദേശിച്ചിരുന്നു. ബിസിനസ്സൊക്കെ ആണെങ്കിലും വളരെ പഠിപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് എന്നോടും പറഞ്ഞിരുന്നു, ഒരു 10 വർഷമെങ്കിലും ഗവൺമെൻറ്റിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എവിടെയും പോയി സർവീസ് ചെയ്യണം, പട്ടാളത്തിലോ എവിടെയൊക്കെ. ഞാനൊന്നും ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചിന്തയുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയാണ്. മറഡോണയുമായുള്ളൊരു സൗഹൃദം എങ്ങനെയായിരുന്നു? ഈ സ്പോർട്സ് പൊതുവെ എൻ്റെ രക്തത്തിലുള്ളത് കൊണ്ട് സ്കൂളിൽ നിന്ന് തന്നെ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മറഡോണ തീർച്ചയായിട്ടും ഫുട്ബോളിൽ ഞാൻ ഏറ്റവും അധികം ദ ബെസ്റ്റ് പ്ലെയർ എന്ന് അന്നും ഇന്നും ആ റെക്കോർഡ് മാറിയിട്ടില്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസം. കളിക്കാർ ഒത്തിരി നന്നായിട്ടുണ്ടെങ്കിലും മറഡോണയുടെ തനതായ ഒരു രീതി, ആ സ്പീഡും, അല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടി എണീക്കും. മറ്റുള്ളവരൊക്കെ വിസിൽ വിളിക്കണം നോക്കും, ഒരു ചാൻസ് ഉണ്ടോ, ഒത്തിരി സമയം കളയാനുണ്ടോ എന്നുള്ളത്. വീണതിന് മുമ്പ് ചാടി എണീക്കും, ഈ സ്പീഡിൽ മുമ്പോട്ട് പോകുന്ന ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ജീവിതത്തിൽ കണ്ടുമുട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. ദൈവം അതിനുള്ളൊരു ഭാഗ്യം ദുബായിൽ വെച്ച് തന്നു. ദുബായിൽ വെച്ചാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടുമുട്ടി, സംസാരിച്ചു. മുമ്പോട്ടുള്ള യാത്രയിൽ കൂടുതൽ അടുത്തു. നൗ വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്, വെരി ക്ലോസ് ഫ്രണ്ട്സ്. നിങ്ങൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചത് എങ്ങനെയായിരുന്നു? ഇത് കേരളത്തിൽ കൊണ്ടുവന്നാൽ ഇത്രയധികം ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടും എന്നുള്ളൊക്കെ ഒരു തീർച്ചയായിട്ടും കേരളം എപ്പോഴും ജനങ്ങൾ വളരെ ആക്റ്റീവാണ്, എല്ലാ കാര്യത്തിലും ഇടപെടുന്നവരാണ്. സ്പോർട്സ് എന്തു ആയിക്കോട്ടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, വളരെ എനർജറ്റിക്കാണ്. പിന്നെ ഫുട്ബോൾ എന്നും കേരളത്തിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൊണ്ടുവരാം. മാർക്കറ്റിംഗ് ഒന്ന്, പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ഈ മണ്ണിൽ മറഡോണ കാലുകുത്തണം കേരളത്തിൽ. അതൊരു വാശിയായി, ഒരു വൻ വിജയമായി. പിന്നെ ബിസിനസ്സിൽ അതൊരുപാട് ഗുണം ചെയ്തു. എന്തിനാ പറയണേ, ബോബി ഫാൻസ് ക്ലബ്ബ് ഉണ്ടാവാനുള്ള ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് മറഡോണയാണ്. മറഡോണയെ കൊടുന്നതിന് ശേഷം മറഡോണ ക്ലബ്ബിലുള്ളവരൊക്കെ പലരും ചില സ്ഥലത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ ബോബി ഫാൻസ് ക്ലബ്ബ് തുടങ്ങി. മറഡോണയുടെ ഫാൻസ് എൻ്റെയും കൂടെ ഫാൻസായി കുറച്ചൊക്കെ. പിന്നെ ഈ ഓട്ടം വേൾഡ് റെക്കോർഡൊക്കെ കഴിഞ്ഞപ്പോൾ പല ജില്ലകളിലും ബോബി ഫാൻസ് ക്ലബ്ബ് ഉണ്ടായി. ഒരുപാട് ഫാൻസും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഫാൻസും നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പല ഭാഗത്തും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കേരളത്തെക്കുറിച്ചുള്ളൊരു ബിസിനസ് സ്വപ്നം എന്താണ്? കേരളം ബിസിനസ് രംഗത്ത് വളരെ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് 153 വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ്. ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന 5-6 ഗ്രൂപ്പുകളെ കേരളത്തിലുള്ളൂ ബിസിനസ്, ഈ ജ്വല്ലറി രംഗത്ത്. കാരണം അന്ന് ലൈസൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നീട് ഈ ലൈസൻസ് എടുത്ത് കളഞ്ഞ് ഓപ്പൺ ആയപ്പോൾ 10,000-കണക്കിന് ജ്വല്ലറി രംഗത്ത് വന്നു. അതുകൊണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിച്ചു. ഒരുപാട് ടാക്സ് ഗവൺമെൻറ്റിന് ലഭിക്കുന്നുണ്ട് എന്ന് തുടങ്ങി ഒരുപാട് ആഭരണം ഉണ്ടാക്കുന്ന തൊഴിലാളികൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞങ്ങൾക്ക് തന്നെ നേരിട്ടും അല്ലാതെയുമായിട്ട് 7,000-ഓളം ജോലിക്കാരുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രൂപ്പുകൾ വന്നതുകൊണ്ട് ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു വേഷത്തിന് കാരണം എന്താണ്? ഇത് മോശമാണെങ്കിൽ മാറ്റാം. ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ അല്ലേ, ഒരു വളരെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ ഒരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു തരം ജീവിത രീതി, അതുകൂടാതെ വസ്ത്രധാരണ രീതിയൊക്കെ ആയിരിക്കും. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് വൈറ്റ്, പിന്നെ വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ ഒരു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇതെൻ്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തിരുന്നതാണ് ആദ്യകാലത്ത്. അപ്പോൾ പുള്ളിയെ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയും കൂടെ നിലനിർത്താനായിട്ടാണ് ഞാനിത് അണിയുന്നത് ഒരു കാരണം. പിന്നെ മറ്റെല്ലാ ഡ്രസ്സും അണിഞ്ഞ് മടുത്തുപോയി. എനിക്ക് ഏത് കാര്യവും കുറച്ച് ചെയ്താൽ മടുത്തു പോകും എന്നുള്ളതാണ്. ഇപ്പോൾ പബ്ലിക്കിന്റെ മുന്നിൽ വരുമ്പോൾ ഇപ്പോൾ സ്ഥിരം ഇതാണ്. ഗൾഫിൽ പോകുമ്പോൾ മാത്രം ഇത് എടുത്തില്ല. കാരണം അവർ അറബികൾ
ഈ കന്തൂറ ഉണ്ടല്ലോ അതിൻ്റെ അടിയിലിരുന്ന ഡ്രസ്സ് ഇത്, ബനിയനും ഈ ടൈപ്പും. അപ്പോൾ 2-3 പേര് എന്നെ ചീത്ത പറഞ്ഞു, എന്തേത് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടിയാണ് ഇതായിട്ട് ഇറങ്ങിയിരിക്കുന്നത്, ഇത് ഞങ്ങൾ വീട്ടിലിടുന്ന ഡ്രസ്സാണ് എന്ന് പറഞ്ഞു. 2-3 പേര് മോശമായിട്ട് പറഞ്ഞപ്പോൾ ഗൾഫിൽ പോകുമ്പോൾ മാറ്റും. ഇതിനൊരു പ്രത്യേക ഡിസൈനർ അങ്ങനെ ആരെങ്കിലും ഒന്നുമില്ല, ഞാൻ തന്നെയാണ്. ഇത് വിളിച്ചു പറഞ്ഞാൽ അടിച്ചു കൊണ്ടുവരും. മുണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, വാങ്ങാൻ കിട്ടും. ഇത് സൈഡ് അടിക്കുക. ഇത് തുണി വിളിച്ചു പറഞ്ഞാൽ അവിടെ ഇവിടെയും കട്ട് ചെയ്തിട്ട് അടിച്ചു വരും. പ്രത്യേക ഡിസൈൻ ഒന്നും ഇല്ലല്ലോ, ഒരു ചാക്ക് പോലെ ഇടാവുന്ന സാധനമാണ്, ആർക്കും ഇടാം. എന്താണ് താങ്കളുടെ ആത്മീയത, ദൈവവിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം എന്താണ്? ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ കാണാം, ആകാശം, ഭൂമി, നക്ഷത്രം, എത്രയോ വലിയൊരു ഗോളമാണിത്. തീർച്ചയായിട്ടും ഈ സൃഷ്ടി നമ്മൾ വളരെ വിചിത്രമാണ് എന്നതുകൊണ്ട് മാത്രമല്ല, ഇതൊക്കെ കാണാൻ നമുക്ക് കണ്ണ് തന്നു, ചിന്താശക്തി തന്നു. നോക്കൂ, ചിന്തിക്കൂ, നിങ്ങളെ കൊണ്ട് സാധ്യമാണോ? മനുഷ്യരാശിക്ക് ഇത് സാധ്യമല്ല. അപ്പോൾ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം അതൊരു ശക്തിയായിട്ട് നമുക്ക് തന്നെ കാണാം. അതിനൊരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ശക്തിയെ ഗോഡെന്നോ ജിയോഡിയോ ABCD എന്നോ എന്ത് വിളിച്ചാലും അതൊരു ശക്തിയാണ്. നമുക്ക് കണ്ണടച്ചിട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ, ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അതൊരു ദൈവം ഉണ്ട് എന്നതാണ്. മാത്രമല്ല, തിരിച്ചറിവ് ഏതെങ്കിലും പ്രത്യേക ഘട്ടത്തിൽ ഉണ്ടായതാണോ അതോ ഒരു പ്രത്യേക തന്നെ ചെറുപ്പകാലത്ത് തന്നെ ചിന്തയുണ്ട് മനസ്സിൽ? നേരത്തെ ചോദിച്ചല്ലോ, വാട്ട് ഈസ് ലൈഫ്? എന്തിനാണ് ജീവിക്കുന്നത്? എല്ലാവരും ജനിക്കുന്നു, 3-4 നേരം ഭക്ഷണം കഴിക്കുന്നു, ചിലർ ഒരു നേരം ഇല്ലാതെ ജീവിക്കുന്നു, മരിക്കുന്നു. ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നു പോകുന്നു. എത്ര ലക്ഷം കോടി വർഷം മുമ്പ് ഇത് ആരംഭിച്ചു? എവിടെ അവസാനിക്കും? അല്ലെങ്കിൽ ഇത് അവസാനിക്കുമോ? എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ഈ ലക്ഷ്യം മനസ്സിലാവാതെയാണ് നമ്മളൊക്കെ ഇവിടുന്ന് യാത്രയായി പോകുന്നത്, മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഫോർ ലൈഫ് എന്നൊരു ചിന്ത എന്നിൽ അലട്ടിയിരുന്നു. അതിൽ നിന്നാണ് ചിന്തിച്ച് മനസ്സിലാക്കിയതൊരു ലക്ഷ്യമുണ്ട്. മനുഷ്യൻ ജനിച്ചാൽ മരിക്കണമെന്നും മരിച്ചാൽ ഒരു ജീവിതം ഉണ്ടെന്നും ഒക്കെ ഒരു ബോധ്യം കിട്ടി. അതിന് കുറേ റിസർച്ചുകളൊക്കെ നടത്താറുണ്ട് ഇപ്പോഴും. ഈ ആത്മീയതയും വിശ്വാസവും അല്ലെങ്കിൽ ആധ്യാത്മികതയും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? പള്ളിയിൽ പോകാറുണ്ടോ സ്ഥിരമായി? അങ്ങനെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവുക, ഇത്തരത്തിലുള്ള? എനിക്ക് അങ്ങനെയില്ല. ഞാൻ പള്ളിയിലും പോവും, അമ്പലത്തിലൊക്കെ പോവും, ചില സാഹചര്യങ്ങളിൽ പോവും. ഒന്നിനും എതിരല്ല. അല്ലാതെ അങ്ങനെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം തരൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ദൈവം തരൂ, ദൈവം ഒരു സെൽഫിഷാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പള്ളിയിൽ പോയാൽ നല്ലത്, ദൈവഭയം നല്ലത്, ഭക്തി നല്ലത് ഒക്കെ വേണം. പക്ഷേ ഒരുപാട് ദൈവങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ എല്ലാം ഒന്ന് തന്നെ, എല്ലാ ചോരയുടെയും കളർ ഒന്ന് തന്നെ, സൃഷ്ടി ഒന്ന് തന്നെ. അപ്പോൾ പ്രാർത്ഥിക്കാം ദൈവത്തിനോട്, ആർക്കും എവിടെ ഇരുന്നും പ്രാർത്ഥിക്കാം, എവിടെ പോയി പ്രാർത്ഥിക്കാം, ഒന്നും തെറ്റല്ല എന്നാണ് വിശ്വസിക്കുന്നത്. യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള ക്രമങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ ഡെയിലി ഒരു 5-10 കിലോമീറ്റർ ഓടും. ഇതാണ് റെഗുലറായിട്ട് ചെയ്യാറ്. പിന്നെ ഇടയ്ക്ക് ഇത്തിരി യോഗ, ഇടയ്ക്ക് ഇത്തിരി ഡാൻസ്, ഫൈറ്റ്, ഷൂട്ടിംഗ്, എല്ലാ കലാപരിപാടികളും അത്യാവശ്യമൊക്കെ ഉണ്ട്, ചെയ്യാറുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യും. മറ്റുള്ളവർ കാണുമ്പോൾ ബോബി മർഡോണ വലിയൊരു വ്യവസായി, സാമൂഹ്യ പ്രവർത്തകൻ, ഇതൊക്കെയാണ്. ബോബി മർഡോണ എന്ന വ്യക്തി എങ്ങനെയാണ് ബോബിയെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഞാൻ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ ജീവിച്ചു പോവുക, കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക, ഇനി സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എന്നൊക്കെയുള്ളതാണ്. അങ്ങനെ ജീവിച്ചു പോവുക, എന്നാൽ എല്ലാം കൂടിയിട്ടൊന്ന് ജീവിക്കുക. കുറച്ച് സ്പോർട്സ്, കുറച്ച് ചാരിറ്റി, കുറച്ച് എൻജോയ്മെൻറ്റ്, കുറച്ച് ബിസിനസ്, കുറച്ച് പാവങ്ങളെ സഹായിക്കുക, ഇങ്ങനെ എല്ലാം കൂടെ ഒരു കോക്ടെയിലായിട്ട് ജീവിച്ചു മരിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഇനിയും എത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു സ്വപ്നമുണ്ടോ?
ബിസിനസ് ചെയ്ത് കിട്ടുന്ന കാശിൽ നിന്ന് ചാരിറ്റി ചെയ്യുക, പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക. അല്ലെ, പ്രത്യേകിച്ചൊരു രാഷ്ട്രീയത്തിലിറങ്ങാനോ സിനിമയിലിറങ്ങാനോ ഇതിനൊക്കെ ഇങ്ങനെ ഫാൻസൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് പറ്റാവുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, സമാധാനത്തിൽ പോവുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഈ ബിസിനസ് രംഗത്ത്, പ്രത്യേകിച്ചും സ്വർണ്ണ ബിസിനസ് രംഗത്ത് ഒരുപാട് സൗഹൃദപൂർണ്ണമായിട്ടുള്ളൊരു സമീപനമാണ് കേരളത്തിലെ സ്ത്രീകളും എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് വളരെയധികം അടുപ്പമുള്ള ഒരു കാര്യമാണ് ഈ ആഭരണങ്ങൾ എന്ന് പറയുന്നത്, വസ്ത്രം പോലെ തന്നെ. അപ്പോൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത്, ഇഷ്ടപ്പെട്ട് ചെന്നാലും പണിക്കൂലി വളരെ കൂടുതലാണ് പല ജുവലേഴ്സിലും. കേൾവി കേട്ട ഒരുപാട് ജ്വല്ലറിയുടെ കാര്യം അങ്ങനെ സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പണിക്കൂലിയുടെ പ്രശ്നം, ഇതൊക്കെ മാറ്റി നിർത്താൻ എന്തെങ്കിലും തന്ത്രങ്ങളുണ്ടോ? പണിക്കൂലി ഉണ്ട്, പണിക്കൂലി ഇല്ലാതെ കിട്ടത്തില്ല സ്വാഭാവികമായിട്ടും. കാരണം പണിയണവർക്ക് കൂലി കൊടുക്കണം എന്നുള്ളതാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കൂലി കൊടുക്കണം. പക്ഷേ കൂലിക്കൊരു മാനദണ്ഡം ഇന്ന് ഇല്ല, ഒരു നിയമോ ഗവൺമെൻറ് അതിൽ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് പലരും അമിതമായി കൂലി ഈടാക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള ഒരു മെത്തേഡാണ് ഞാൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. ചെലവ് ചുരുക്കണം. ഇന്ന് ഒരു ജ്വല്ലറി തുടങ്ങുമ്പോൾ 30 കോടി 40 കോടിയൊക്കെ ചിലവാക്കിയിട്ടും ഒരുപാട് സ്റ്റാഫ്, ഇലക്ട്രിസിറ്റി, ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ചെലവ് ചുരുക്കി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇപ്പോൾ പറക്കും ജ്വല്ലറി, ഒരു ജ്വല്ലറി പല സ്ഥലത്തേക്കും പോവുക എന്നുള്ളത്, അങ്ങനെ ചെലവ് ചുരുക്കി കച്ചവടം പിടിക്കുമ്പോൾ ഈ വരുന്ന എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ആ പൈസ ജനങ്ങൾക്ക് കുറച്ച് കൊടുക്കാൻ സാധിക്കും വിലയിലൊക്കെ. അങ്ങനെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാലേ കൂലി കുറയ്ക്കാൻ സാധ്യമാവുള്ളൂ. എന്നാലും ഒരു റെപ്യൂട്ടഡ് ഗ്രൂപ്പ് പലരും വളരെ റീസണബിളായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കാലത്തിനനുസരിച്ച് കൂലി തൊഴിലാളികളും മറ്റൊക്കെ എല്ലായിടത്തും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേശ്ശെ കൂട്ടേണ്ടി വരുന്നുള്ളതാണ്. നമ്മളൊരു പരിധി വരെ, വളരെ എൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് കേരളത്തിൽ ഏറ്റവും കുറവ് കഴിയാവുന്നത്ര കൂലി കുറച്ചാണ് വിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ബിസിനസ് രംഗത്ത് വളരെയധികം കംഫർട്ടബിൾ ആണ് അല്ലേ? അതെ അതെ, വളരെ നന്നായിട്ട് പോകുന്നു. ഞങ്ങളിപ്പോൾ 41 ബ്രാഞ്ചാണ്, ലാസ്റ്റ് അമേരിക്കയിലാണ് തുടങ്ങിയത്. ഇനി കുറച്ച് ബ്രാഞ്ചുകളുടെ പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു 116 NBFC നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി RBI റിസർവ് ബാങ്കിൻ്റെ അണ്ടർ ലൈസൻസിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം തെറ്റില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഓഫ് സീസൺ വരുമ്പോൾ ഇച്ചിരി മോശമായിരുന്നു. ജൂൺ ജൂലൈ ഒക്കെ ഓഫ് സീസൺ വരുമ്പോൾ ഇത്തിരി മോശമായിരിക്കും, കച്ചവടം ലാഭമൊക്കെ ഇത്തിരി പ്രശ്നമാണ്. സീസൺ വരുമ്പോൾ നന്നായിട്ട് പോകും. മറ്റെല്ലാ പ്രൊജക്റ്റുകളും തന്നെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇനി പൊന്നുപോലെയുള്ള ഒരുപാട് വിജയങ്ങൾ ബോബി ചെമ്മണ്ണൂർ സ്വന്തമാക്കട്ടെ. എല്ലാ മേഖലയിലും, താങ്കളുടെ വ്യക്തി ജീവിതത്തിലും താങ്കളുടെ ബിസിനസ് മേഖലയിലും ഒരുപാട് വിജയങ്ങൾ ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. നന്ദി. താങ്ക് യു വെരി മച്ച്.